നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ മകരക്കൂറുകാർക്ക് ഏപ്രിൽ 14 തീയതി വരെ 3-ലാണ് സൂര്യൻ. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലം, അതായത് സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ ഉണ്ടാവുന്ന പറയാം. സ്ഥാനാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ്. എങ്കിൽ പോലും അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. 14 തീയതി വരെയുള്ളൂ ഈ 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലം. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഏപ്രിൽ 14 തീയതിക്ക് ശേഷം 4-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. വിഗ്രഹങ്ങൾ വന്നു ചേരാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് 14 തീയതിക്ക് ശേഷം മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക, ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ 4 നിൽക്കുന്നതായിട്ടുള്ള ആ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഏപ്രിൽ 3 തീയതി വരെ 6-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 6-ൽ നിൽക്കുന്ന ചൊവ്വ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 ദിവസം മാത്രമേ ഉള്ളൂ ചൊവ്വ 6-ൽ എങ്കിൽ പോലും വളരെ നല്ല ഫലമാണ് പറയുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, ലാഭം വന്നു ചേരുക. പക്ഷേ ഏപ്രിൽ 3 തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോൾ ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുക. ഇപ്പൊ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിച്ചല്ലോ. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതം. അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക. അതേപോലെ തന്നെ ഭദ്രകാളിയുടെ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഏപ്രിൽ 3 തീയതിക്ക് ശേഷം 7-ലേക്ക് വരുന്നതായിട്ടുള്ള ആ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ബുധൻ 3-ലാണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ട് വന്നു ചേരുന്ന ഒരു ശത്രുഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്ര നല്ല ഫലമല്ല. 5-ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗൃഹലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, സന്താന ലാഭം ഉണ്ടാവുക, രത്നലാഭം, സ്വർണ്ണലാഭം, ഏത് കാര്യങ്ങൾ എടുത്താലും നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലമാണ്. അതായത് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവർക്ക് ഭൂമി വന്നു ചേരും. സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ, അവർക്ക് സ്വന്തമായിട്ട് ഗൃഹം വന്നു ചേരും. ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ശുക്രൻ 3-ലാണ്. 3-ൽ നിൽക്കുന്ന ശുക്രനും വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കും. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കും. അതേപോലെ തന്നെ ഏത് കാര്യങ്ങൾ കൊണ്ട് നടക്കുവാനായിട്ടുള്ള മനോധൈര്യം വന്നു ചേരുക, ആജ്ഞാസിദ്ധി വന്നു ചേരുക. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ബഹുമാന സിദ്ധി വന്നു ചേരുക. ധനക്കൂറുകാർക്ക് ശുക്രൻ 3-ൽ നിൽക്കുന്നതും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി ശനി 3-ലേക്ക് വന്നു. 3-ൽ നിൽക്കുന്ന ശനിയും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. 2.5 വർഷ കാലയളവാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശനി ഒരു മോശഗ്രഹമൊന്നുമല്ല. പൊതുവെ അങ്ങനെയാണ് ധാരണ. ശനിയാണ്, കണ്ടകശനിയാണ്, ഇടശനിയാണല്ലോ
ഇങ്ങനെയുള്ള ഒരു പരിഭ്രമമാണ് പൊതുവെ മനുഷ്യർക്ക് വന്നു ചേരുന്നത്. പക്ഷെ നമുക്ക് കാലമെടുത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അഭീഷ്ട സിദ്ധി വന്നു ചേരുക. നേരത്തെ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതുപോലെ ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. ഭൂമി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. വളരെ വളരെ നല്ല ഫലമാണ് ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ മോശഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല. അപ്പോൾ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ ആത്മവിശ്വാസം വന്നു ചേരാൻ, ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും, അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത, ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 ജോലി ചെയ്യാനുണ്ട്. നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ 10 ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക? പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത, ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത്. നേരെ തിരിച്ചോ, നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ 3 കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക. അത് ചെയ്തില്ലല്ലോ, ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നാളെ ചെയ്യേണ്ടി വരുമല്ലോ, നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം. യാതൊരു സംശയമില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലിയെല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും. നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും, നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും. നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല, ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ, ഊർജ്ജസ്വലത വന്നു ചേരട്ടെ, എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ. എന്തായാലും അന്നന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.